നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവിലയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്ന് തന്നെ പറയാം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വർധനവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഇന്നലെ മാത്രം വർദ്ധിച്ചത് 1000 രൂപയിൽ കൂടുതലായിരുന്നു. ഇന്ന് ഇപ്പോൾ ഗ്രാമിന്റെ വില അന്വേഷിക്കുകയാണെങ്കിൽ പവന് തന്നെ 360 രൂപ കൂടിയിരിക്കുന്നു. ഗ്രാമിന് 40 രൂപയുമാണ് കൂടിയിരിക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 71,800 രൂപ കവിഞ്ഞിരിക്കുകയാണ്. ഗ്രാമിന് 8,875 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്നലെ കേരളത്തിൽ പവന് വില 1,760 രൂപയും ഗ്രാമിന് 220 രൂപയും ഉയർന്നിരുന്നു. ഇതോടെ ഇന്നലെയും ഇന്നുമായി 2 ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് 2,120 രൂപയും ഗ്രാമിന് 265 രൂപയുമായിരുന്നു വില വർദ്ധിച്ചത്. ബിസിനസ് കരിയർ വളർച്ച നേടാൻ വെറുതെ മത്സരിക്കാതെ നിർമ്മിത ബുദ്ധിയിലൂടെ തന്നെ ആധിപത്യം നേടൂ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ സ്വർണത്തിലൂടെ തന്നെ ബുദ്ധിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നേടാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. സ്വർണം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ സ്വർണം വിൽക്കാനോ ഒക്കെ തന്നെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഇത് ബിസിനസ് പരമാണെങ്കിൽ കരിയറിൽ വളർച്ച നേടാൻ ചെയ്യേണ്ടത് നിർമ്മിത ബുദ്ധിയിലൂടെയുള്ള ആധിപത്യമാണ് എന്ന് പറയുന്നുണ്ട്. 15,000 രൂപയുടെ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടതെന്നും അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്താണ് രജിസ്റ്റർ തുടങ്ങേണ്ടതെന്നും പറയുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 77,000 രൂപ മൊത്തത്തിൽ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇതിൽ പണിക്കൂലി കൂടി കൂട്ടിയിട്ടാണ് ഇവർ ഈ പറയുന്നത്. സ്വർണ്ണവില നമ്മൾ 71 72 കരുതി ആ ജ്വല്ലറിയിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മൾ 77,000 രൂപ വരെ കൊടുക്കേണ്ടി വരും. അതൊരു മിനിമം വാല്യൂ ആണെന്ന് പറയുന്നു. പണിക്കൂലി 5%, GST 3% മിനിമം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് 77,000 രൂപ. അത് വർദ്ധിക്കും നിങ്ങൾ ക്വാളിറ്റി അനുസരിച്ച് പോവുകയാണെങ്കിൽ, ബ്രാൻഡ് നോക്കി പോവുകയാണെങ്കിൽ. ചെറിയ ജ്വല്ലറി തൊട്ട് വലിയ ജ്വല്ലറി വരെ ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടെയുള്ളവ നിരക്കാണിതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യാന്തര സ്വർണ്ണ വിലയിലുണ്ടായ പ്രതിഫലിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. ആഗോള സ്വർണ്ണ വില ട്രോൺ ഔൺസിന് തന്നെ $3,334.42 എന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നതെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച ചെറുതായി ഒന്ന് സ്വർണം വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നത്. അപ്പോൾ 68,000 ആയിട്ടുണ്ടായിരുന്നു വില. അന്ന് ഇന്റർനാഷണൽ ഗോൾഡിന്റെ വിലയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോളർ വിലയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് വർധനവോടെ തന്നെ ഇവിടെയും വർധനവുണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും വ്യാപാരികൾ പറയുന്ന ഒരു കാര്യവും. സംസ്ഥാനത്തെ സ്വർണ്ണവില ചരിത്രത്തിൽ സർവകാല ഉയരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2025 ഏപ്രിൽ 22 അന്ന് പവന് 74,320 രൂപയായിരുന്നു മാർക്ക് ചെയ്തിരിക്കുന്നത്. അന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 3,000 കൂടുതൽ തന്നെ വില കുറവുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാഭമെന്നും കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും കുറവ് വില നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്നും പറയാം. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. മെയ് മാസം 15 വില ഈ മാസം ഏറ്റവും കൂടുതൽ താഴ്ന്ന നിലവാരമായി പവന് 68,880 രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ 3,000 രൂപ കൂടുതലാണ്. ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടിയതിൽ നിന്നും ഏറ്റവും കുറവിൽ നിന്നും 3,000 വ്യത്യാസമാണ് വരുന്നത്. നടുക്ക് നിൽക്കുന്ന വിലയാണ് 71,000 എന്ന് പറയുന്നത്. അതുകൊണ്ട് നോക്കിയാൽ ലാഭവും നഷ്ടവും നമുക്ക് വലുതായിട്ട് തന്നെ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം പറയേണ്ടത്. 2025 ഏപ്രിൽ 15 ശേഷം ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്വർണ്ണവില 70,000 രൂപയുടെ നിലവാരത്തിൽ താഴേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വില കുറഞ്ഞ സാഹചര്യം വിവാഹ പാർട്ടികളടക്കം പ്രയോജനപ്പെടുത്തും എന്നും പറയുന്നുണ്ട്. പല ജ്വല്ലറികളുടെയും അഡ്വാൻസ് ബുക്കിംഗ് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സ്വർണം ബുക്കിംഗ് ചെയ്യുന്ന ദിവസത്തെ വില അല്ലെങ്കിൽ ഭാവിയിൽ വാങ്ങുന്ന ദിവസത്തെ നിരക്ക് ഏതാണോ കുറവ് ആ വിലയിൽ സ്വർണം ലഭ്യമാക്കുന്ന തരം സ്കീമുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ സ്കീമുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായി എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത്. ഇവയിൽ തന്നെ പല രീതിയിൽ തന്നെ സ്വർണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. ഇവയിൽ പണിക്കൂലിയും ഡിസ്കൗണ്ടും അടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള ചില കാര്യങ്ങൾ.